പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ മുറി കയറുന്ന വാതിൽ മുട്ടണത്? നിങ്ങളെന്തിനു ഒളിച്ചു കാണാൻ വന്ന? തൊട്ടു പറഞ്ഞത് എന്റെ സാധനങ്ങളെ നിങ്ങൾ എടുത്തു വെക്കണ്ട. ഈ സ്നേഹപ്രകടനം പുറത്തു കാണിച്ചാ മതി. എന്നാ നോക്കിട്ടേ സമയം കളയണ്ട. മോനെ, നീ ശരിക്കും ഭക്ഷണം കഴിച്ചു? എനിക്ക് വിശപ്പില്ലായതുകൊണ്ടല്ല, നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്ക് ഇറങ്ങാത്തോണ്ടാ. എന്തിനാ അമ്മേന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കണേ? എന്റെ കൂട്ടുകാരുടെ അമ്മമാരെ നോക്ക്, അവര് വിശ്വാസമാണ്. അവർക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണു, അവർക്ക് പോക്കറ്റ് മണി കൊടുക്കണു, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണു. പക്ഷെ നിങ്ങളോ എന്നെ ഒരു ജയിൽ പുള്ളിയെ പോലെ പിന്നാലെ നടക്കണം. ഇങ്ങനത്തെ ഒരു അമ്മയെ കിട്ടിയതുകൊണ്ട് ശാപം. നിങ്ങളുടെ നല്ലതിനെ വേണ്ടി പറച്ചില് ഞാൻ കേട്ട് മടുത്തു. നിങ്ങളുടെ ഒരു ഫോൺ വാങ്ങി വെച്ചു, എന്റെ ലാപ്ടോപ്പ് ഓഫ് വെച്ചു, എന്റെ കൂട്ടുകാരുടെ പോലുള്ള ടൂറിന്റെ പൈസ ഒന്നില്ല. നിങ്ങൾ ശത്രുവായിട്ടാണ് കാണുന്നത്, അതോ ഞാൻ നന്നാവണമെങ്കിൽ ഇഷ്ടല്ലേ? ഒന്ന് പോയി ചത്തൂടെ? മോനെ, നീ വിചാരിക്കുന്ന പോലെയല്ല ടൂറിന്റെ കാര്യം. നിങ്ങൾ ഇനി വിശദീകരിക്കാൻ ഒന്നും വരണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ആ ഫോൺ നിങ്ങൾ എന്തിനു വാങ്ങിയത്? എന്റെ ഫ്രണ്ട്സിനാൾ എത്ര നാണം കേട്ടൊന്നും എനിക്കറിയൂ. നിങ്ങൾ ഈ വീട്ടിലെ കടുംപിടുത്തം കാരണം എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുക. എനിക്ക് ഈ വീട്ടിൽ സമാധാനമില്ല. നിങ്ങൾ കാരണം ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകും. നോക്കിക്കോ, ഇറങ്ങി പോരുന്നു. എനിക്ക് നിങ്ങളുടെ മോൻ പോലും കാണണ്ട. പൊക്കാടുന്നു. ഇന്ന് അപ്പുവിന് 16 വയസ്സാവുകയാണ്. എൻ്റെ മോൻ വളരുകയാണ്, വലിയൊരാളാവുകയാണ്. പക്ഷേ ഇന്നവൻ കൂട്ടുകാരുടെ കൂടെ ബൈക്കിൽ പോകണമെന്ന് പറഞ്ഞ് വലിയൊരു ബഹളമുണ്ടാക്കി. ഞാൻ സമ്മതിച്ചില്ല, വഴക്കു പറഞ്ഞു. അവൻ എന്നോട് പിണങ്ങി മുറിയിലേക്ക് കയറിപ്പോയി. ഞാനൊരു കടുംപിടുത്തക്കാരിയാണെന്നാണ് അവൻ കരുതുന്നത്. അവൻ്റെ സന്തോഷം തല്ലിക്കെടുത്തുന്നവളാണ് ഞാനെന്ന്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ആ ബൈക്ക് ഓടിച്ച അവൻ്റെ കൂട്ടുകാരന് അപകടം പറ്റിയതറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ നെഞ്ച് പിടയുകയാണ്. എൻ്റെ മോന് ഒന്നും സംഭവിക്കരുത്, അത് താങ്ങാനുള്ള കരുത്ത് ഈ അമ്മയ്ക്കില്ല. അപ്പുവിന് ടൂറ് പോകാൻ എൻ്റെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവൻ കൂട്ടുകൂടി പോകാൻ തുടങ്ങിയ വഴി തെറ്റാണ്. ലഹരിയുടെ ഇരുണ്ട ലോകത്തേക്കാണ് അവൻ്റെ കൂട്ടുകാർ അവനെ വലിച്ചിഴയ്ക്കുന്നത്. ഇന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം തകർന്നുപോയി. എൻ്റെ മകൻ നടന്നു പോകുന്ന ആ ചതിക്കുഴികൾ കണ്ട് എനിക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. ഞാൻ തടഞ്ഞപ്പോൾ അവൻ എന്നെ ശത്രുവായി കണ്ടു. എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു, എന്നെ വെറുത്തു. എനിക്കറിയാം അവന് എന്നോട് വല്ലാത്ത വിരോധമായിരിക്കും. സാരമില്ല, എൻ്റെ മകൻ സുരക്ഷിതനായിരുന്നാൽ മാത്രം മതി എനിക്ക്. ഞാൻ കാരണം അവൻ രക്ഷപ്പെടുമെങ്കിൽ അവൻ എന്നെ വെറുത്തോട്ടെ. എന്നെ ഒരു ദുഷ്ടത്തിയായി കണ്ട് അവൻ ജീവിച്ചോട്ടെ. എനിക്ക് സങ്കടമില്ല. എനിക്ക് ഈ ലോകത്ത് അവൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരിക്കൽ അവൻ എന്നെ മനസ്സിലാക്കും. കണ്ണടച്ചാൽ എന്നുള്ളിൽ നീ മാത്രമല്ലേ, കൺ തുറന്നാൽ എന്നും നീ തന്നെയല്ലേ, കനിവ് പെയ്യാത്തൊരു കാർമേഘമല്ലേ. അമ്മേ, എന്നോട് ക്ഷമിക്കണമേ. തളരുന്ന നേരത്ത് തണലായി വന്നതല്ലേ,
മാത്രമല്ല